മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ സ്ഥലമില്ലാതെ കോട്ടയം നഗരസഭയ്ക്ക് കീഴിലുള്ള മുട്ടമ്പലത്തെ പൊതുശ്മശാനം അടച്ചുപൂട്ടിയതോടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ സ്ഥലമില്ലാതായി. ദൂരെ സ്ഥലങ്ങളിൽ സംസ്കാര ചടങ്ങുകൾ നടത്തേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ. അറ്റകുറ്റപ്പണിക്ക് വേണ്ടി 2 മാസമായി അടഞ്ഞുകിടക്കുകയാണ് പൊതുശ്മശാനം. എത്രയും വേഗം അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി ശ്മശാനം തുറക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. നഗരസഭ പരിധിയിലുള്ള ഏക പൊതുശ്മശാനമാണ് മുട്ടമ്പലം ശ്മശാനം. വിവിധ മതവിഭാഗങ്ങൾ സംസ്കാരത്തിനായി ഉപയോഗിച്ചിരുന്ന ശ്മശാനം. എന്നാൽ കഴിഞ്ഞ ഒക്ടോബറിൽ ശ്മശാനത്തിലെ 2 ഫർണസുകളിൽ 1 തകരാറിലായി. പിന്നാലെ രണ്ടാമത്തെയും പണിമുടക്കി. ഇതോടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ സാധിക്കാതെയായി. എന്നാൽ 2 മാസം കഴിഞ്ഞിട്ടും പ്രശ്നം പരിഹരിക്കാൻ നഗരസഭയ്ക്ക് സാധിച്ചിട്ടില്ല. ശ്മശാനം പ്രവർത്തിക്കാതെ വന്നതോടെ മൃതദേഹങ്ങൾ പുറത്തുവെച്ച് സംസ്കരിക്കുന്ന സ്ഥിതി വരെ ഉണ്ടായി. ഈ കോട്ടയം നഗരസഭ എന്ന് പറയുന്നത് ഒരു നരകസഭയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രയോറിറ്റി ആയിട്ട് ചെയ്യേണ്ടുന്ന കാര്യമാണ് ഈ പൊതുശ്മശാനം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ നഗരപ്രദേശത്ത് മാത്രമല്ല, അടുത്തുള്ള പഞ്ചായത്തുകളിൽ നിന്ന് പോലും ധാരാളം ശവസംസ്കാരം അവിടെ നടന്നുകൊണ്ടിരുന്നതാണ്. അപ്പം നമ്മുടെ ഈ പ്രദേശത്തെല്ലാം 2 സെൻറ്റിലും 3 സെൻറ്റിലും താമസിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അവരുടെ എല്ലാം വീട്ടിലൊരു മരണം നടന്നാൽ ആ ശവസംസ്കാരം എന്ത് ചെയ്യും, എങ്ങനെ നടത്തണം എന്നുള്ള ആശങ്കയാണ് ഇപ്പം ജനങ്ങൾക്ക്. ശ്മശാനം പൂട്ടിയതോടെ ദൂരസ്ഥലങ്ങളിലേക്ക് മൃതദേഹങ്ങൾ സംസ്കരിക്കാനായി കൊണ്ടുപോകുകയാണ്. ഫർണസുകളുടെ ബ്ലോവറിനുണ്ടായ തകരാറാണ് പ്രശ്നത്തിന് കാരണം. നഗരസഭയിലെ എഞ്ചിനീയറിംഗ് വിഭാഗം ഒരു കമ്പനിക്ക് കരാർ നൽകി. എന്നാൽ ഇവർ കൃത്യസമയത്ത് എത്തിയില്ല. നിലവിൽ കൂടുതൽ തുക ഇതിനായി കണ്ടെത്തണമെന്നാണ് നഗരസഭ പറയുന്നത്. അതിനായുള്ള നടപടികൾ തുടരുകയാണെന്നും വിശദീകരണം. ഒരു മനുഷ്യൻ എങ്ങനെ ജീവിച്ചാലും അവൻ്റെ അന്ത്യയാത്രയിൽ നൽകേണ്ട ആദരവുകൾ നമ്മൾ നൽകാറുണ്ട്. അതുകൊണ്ട് തന്നെ നഗരസഭയുടെ ഭാഗത്തു നിന്നുമുണ്ടാകുന്ന ഈ വീഴ്ച ഒരിക്കലും ന്യായീകരിക്കാവുന്നതുമല്ല. എത്രയും വേഗം ശ്മശാനം തുറന്നു നൽകണമെന്ന ആവശ്യം തന്നെയാണ് ശക്തമായി ഉയരുന്നത്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. 2 മാസമായി തുടരുന്ന പ്രതിസന്ധിയാണ്. മൃതദേഹം ഒരുപാട് അകലെ കൊണ്ടുപോയി ദൂരസ്ഥലങ്ങളിൽ കൊണ്ടുപോയി സംസ്കരിക്കേണ്ട നിലയാണ്. ഇത് എന്നിതിന് പരിഹാരമാകും എന്നുള്ള ചോദ്യത്തിന് അറ്റകുറ്റപ്പണി നടക്കുന്നുണ്ട് എന്നുള്ള മറുപടിക്ക് അപ്പുറത്തേക്ക് കരാർ കമ്പനിയെ പഴിചാരുന്നതിനപ്പുറത്തേക്കുള്ള മറുപടിയൊന്നും നഗരസഭയിൽ നിന്നുണ്ടാവുന്നില്ല എന്നുള്ളതാണ് വേദനാജനകമായ മറ്റൊരു കാര്യം. നാട്ടുകാർക്ക്, പ്രദേശവാസികൾക്ക് എന്താണ് പറയാനുള്ളത് അതുകൂടി കേൾക്കാം. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ സ്ഥിരമായിട്ട് ഈ കോട്ടയം നഗരസഭയുടെ ഉടമസ്ഥയിലുള്ള ഈ വൈദ്യുതി ശ്മശാനം സ്ഥിരമായിട്ട് പണിമുടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വലിയ വീഴ്ചയാണ് ഈ വിഷയത്തിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പോലീസ് അടക്കമുള്ള ആളുകൾ ഈ നമ്മുടെ തിരിച്ചറിയാനാവാത്ത മൃതദേഹങ്ങൾ അടക്കം ഈ ദഹിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു ശ്മശാനമാണ്. പരിഹരിക്കാനോ ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താനോ നഗരസഭയ്ക്ക് ഇതുവരെയും സാധിക്കുന്നില്ല. ഒരുപാട് ബുദ്ധിമുട്ടാണ്. കോട്ടയം ടൗണിൻ്റെ അടുത്ത പ്രദേശങ്ങളിൽ തന്നെ 2 സെൻറ്റുകാരനും 3 സെൻറ്റുകാരും ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പം അവരെ ഇപ്പം ശ്മശാനം അടഞ്ഞു കിടക്കുന്നത് മൂലം അവിടെ സംസ്കാരം നടത്താൻ ബുദ്ധിമുട്ടായിട്ട് ഏറ്റുമാനൂർ മറ്റ് പ്രദേശങ്ങളിലേക്കൊക്കെ തന്നെ കൊണ്ടുകയാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ മരിച്ചു കഴിഞ്ഞാൽ അവരെ ഒന്ന് അടക്കാനുള്ള ഒരു സംവിധാനങ്ങൾ പോലും ഇവിടെ ഇല്ലാത്തൊരവസ്ഥയാണ് കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ.